ഒരു കാലത്ത് ചങ്കും കരളും പോലെ അറിയപ്പെട്ട പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം അടുത്ത കാലത്ത് അത്ര സുഖകരമല്ല. നമ്മൾ പല ചർച്ചയിലും പറഞ്ഞിരുന്നു. ഇപ്പോൾ കേൾക്കുന്ന വാർത്ത പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന് മേൽ ആക്രമണം നടത്തി എന്നുള്ള നിരവധി ഭീകരവാദികളെ തീവ്രവാദികളെയൊക്കെ ഞങ്ങൾ കൊന്നൊടുക്കിയെന്ന് പറയുന്നു. എന്താണ് യാഥാർത്ഥ്യം? യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ ചാവേർ സ്ഫോടനങ്ങളുടെ ഒരു പരമ്പര ഉണ്ടായി. ഖൈബർ പക്തൂൺഖ്വ മേഖലയിൽ പ്രത്യേകിച്ചും ആ ചാവേർ സ്ഫോടനങ്ങൾ നടത്തിയത് അഫ്ഗാനിസ്ഥാനിലുള്ള തെഹ്രീക്ക് താലിബാൻ ഭീകരവാദികളാണ് എന്ന് പാകിസ്ഥാൻ ആരോപിച്ചു. അപ്പോൾ അവരുടെ താവളങ്ങളിൽ 7 താവളങ്ങളിൽ വ്യോമാക്രമണം പാകിസ്ഥാൻ നടത്തി. അപ്പോൾ ശരിക്കും ആക്രമണം നടത്തിയിരിക്കുന്നത് 7 സൈനിക ക്യാമ്പുകളിൽ അഫ്ഗാനിസ്ഥാനിൽ എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. പക്ഷേ അഫ്ഗാനിസ്ഥാൻ തെളിയിക്കുന്നത്, അഫ്ഗാനിസ്ഥാൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചില കുടുംബങ്ങൾക്ക് മേൽ ആണ് വ്യോമാക്രമണം നടന്നിരിക്കുന്നത്. ഒരു കുടുംബത്തിൽ തന്നെ 17 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് അഫ്ഗാനിസ്ഥാൻ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ശനിയാഴ്ച രാത്രിയും ഇന്ന് പുലർച്ചെയും ആയിട്ടായിരുന്നു ഈ ആക്രമണം നടന്നത്. ഈ ചാവേർ സ്ഫോടനങ്ങളുടെ പരമ്പര നടന്നത് ഈ ബജാവൂർ പ്രവിശ്യയിൽ ഒരു വാഹനം സ്ഫോടകങ്ങൾ IED സ്ഫോടകങ്ങൾ കടത്തിയ ഒരു വാഹനം പട്ടാളക്കാർക്ക് നേരെ ആണ് ചാവേർ ആക്രമണം നടത്തിയത്. 11 പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. ആ ആക്രമണത്തിൽ ഒരു കുട്ടി കൊല്ലപ്പെട്ടു. ഈ ചാവേർ അഫ്ഗാനിയായിരുന്നു എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അതുപോലെ തന്നെ ബണ്ണുവിൽ 2 പട്ടാളക്കാർ ഒരു ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതിലൊരാൾ ലഫ്റ്റനന്റ് കേണൽ ആയിരുന്നു. അപ്പോൾ ഈ എവിടെയൊക്കെയാണ് ആക്രമണം നടന്നതെന്ന് പാകിസ്ഥാൻ്റെ പ്രസ്താവനയിൽ ഇല്ലെങ്കിലും ഇത് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്. നങ്കഹാർ, പക്തിക പ്രവിശ്യകളിലാണ് പാകിസ്ഥാൻ ആക്രമിച്ചിരിക്കുന്നത്. അതിർത്തിയിലാണിത്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലാണ് നങ്കഹാറും പക്തികയും. അപ്പോൾ ബഹ്സൂദ് ജില്ലയിൽ ഒരു ആളുടെ, പട്ടാളക്കാരനോ ഭീകരനോ ഒന്നുമല്ല, ഒരാളുടെ വീട് ആക്രമിച്ചു. 23 പേര് വീട് തകർന്നിട്ട് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയി. അതിൽ നിന്ന് 14 പേരെ ആണ് പുറത്തിട്ട് എടുത്തതെന്ന് ടോളോ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ കൊല്ലപ്പെട്ടത് 17 അല്ല 19 ആയിരിക്കും. അപ്പോൾ എക്സിൽ അഫ്ഗാൻ ഡിഫൻസ് എന്നുള്ളൊരു ഹാൻഡിലിൽ നിന്നൊരു കുറിപ്പ് വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ബഹ്സൂദിൽ 19 പേര് കൊല്ലപ്പെട്ടു എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആക്രമണത്തിൽ 2 പേർ രക്ഷപ്പെട്ടു, 19 പേർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഈ 19 പേരുകളും അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഈ ആക്രമണത്തിൻ്റെ അവസ്ഥ. ഇതിനു മുമ്പ് നമുക്കറിയാം വലിയ സംഘർഷം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ട് ഇതുപോലെ ആക്രമണങ്ങൾ TTP തെഹ്രീക്ക് താലിബാൻ ആണ് ആക്രമണം നടത്തിയത് ഇസ്ലാമാബാദിൽ എന്ന് പറഞ്ഞിട്ട് കാബൂളിൽ വ്യോമാക്രമണം നടന്നിരുന്നു. എന്നിട്ട് വലിയ TTPയുടെ നേതാവിനെ ലക്ഷ്യമാക്കി ആക്രമണം കാബൂൾ നഗരത്തിൽ തന്നെ പാകിസ്ഥാൻ നടത്തിയത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഖൈബർ പക്തൂൺഖ്വ മേഖലയിൽ കുറച്ച് നാളായിട്ട് ഈ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന സംഘടന ഏതാണ്ട് നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ്. അവിടേക്ക് പാകിസ്ഥാൻ്റെ ആർമിയെ പോലും കടന്നു വരാൻ അനുവദിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു സമയത്ത് ഇപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് ചെന്ന് ഒരു ആക്രമണം നടത്തുക എന്ന് പറയുന്നത് ഒരു പ്രകോപനത്തിൻ്റെ തുടക്കമായിട്ട് മാറില്ലേ? അല്ല, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് കയറുന്നു എന്ന് പറഞ്ഞാൽ ഒരു 2 ചാവേർ ആക്രമണങ്ങൾ പാകിസ്ഥാനിൽ നടന്നല്ലോ. അതെ, ഖൈബർ പക്തൂൺഖ്വ മേഖലയിൽ. അടുത്തിടെ അവിടുത്തെ ഖ്വാജ ആസിഫ് പ്രതിരോധ മന്ത്രി പറഞ്ഞത് എന്താണ്? ശക്തിയില്ല, ഞങ്ങളുടെ പട്ടാളത്തിന് ശക്തിയില്ല. ബലൂജികളുടെ കയ്യിൽ അത്യാധുനിക ആയുധങ്ങൾ, വലിയ വിലയുള്ള തോക്കുകൾ ഇല്ലേ, 2 കോടി വിലയുള്ള ആയുധങ്ങൾ, അമേരിക്കൻ ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. അമേരിക്കൻ ആയുധങ്ങൾ എന്ന് ഖ്വാജ ആസിഫ് പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചത് 2021
അമേരിക്ക അഫ്ഗാനിസ്ഥാൻ വിട്ടൊഴിയുമ്പോൾ അവിടെ അവരുടെ താവളം ഉപേക്ഷിച്ചിട്ടാണല്ലോ പോയത്. അതുപോലെ ആയുധങ്ങൾ ഉപേക്ഷിച്ചു. ആ ആയുധങ്ങൾ അഫ്ഗാനിസ്ഥാൻ ഈ ഭീകരർക്ക് എത്തിച്ചു കൊടുത്തിരിക്കുന്നു. TTPക്കും ഖൈബർ പഖ്തൂൺഖ്വയിലെ ഭീകരവാദികൾക്കൊക്കെ എത്തിച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ആണ് അവരുടെ കയ്യിൽ ഈ അമേരിക്കൻ ആയുധങ്ങളൊക്കെ ബലൂജികളുടെ കയ്യിലും. അതുകൊണ്ട് ഇപ്പം പട്ടാളം തെണ്ടിത്തിരിയാണ്, പട്ടാളത്തിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. ബലൂചിസ്ഥാനിലാണെങ്കിൽ ഓപ്പറേഷൻ ഹെറോഫ് 2ാം ഘട്ടം നടപ്പാക്കിയിരുന്നല്ലോ. അതെ, ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പം പാകിസ്ഥാന് ഒരു നിലനിൽപ്പിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഒന്നാമത് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട്, അവിടുത്തെ ഈ ക്രമസമാധാനം നിയന്ത്രിക്കാനായിട്ട് കഴിയുന്നില്ല. മാത്രമല്ല ഈ ഖ്വാജ ആസിഫിൻ്റെ പല നിലപാടുകളും ഇപ്പോൾ അസീം മുനീറിനെതിരായിട്ട് വരുന്നുണ്ട്. അസീം മുനീറും ഈ പറയുന്ന പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഒക്കെ എന്താണ് ചെയ്യുന്നതെന്ന് ജനങ്ങൾ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. മാത്രമല്ല ഇനി വേനൽ വരുമ്പോഴത്തേക്ക് അവിടെ വെള്ളത്തിന് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു. ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അതിനുള്ളൊരു ആഭ്യന്തര സംഘർഷം ഉണ്ടാകുമോ? ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന വേറൊന്നുണ്ട്. ഈ അസീം മുനീർ പട്ടാളക്കാരെ ഒറ്റിയിരിക്കുന്നു എന്ന് പട്ടാളത്തിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു വികാരം ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബലൂജികൾ കുറച്ച് പട്ടാളക്കാരെ തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞ ആഴ്ച. തട്ടിക്കൊണ്ടുപോയ ആ കൂട്ടത്തിൽ ബലൂജികൾ എന്ന് തോന്നുന്നവരെയൊക്കെ വിട്ടയച്ചു. ഇപ്പോൾ 8 പട്ടാളക്കാർ ബലൂജികളുടെ കസ്റ്റഡിയിലുണ്ട്. റാഞ്ചി കൊണ്ടുപോയിട്ട് അവരെ വിചാരണ ചെയ്തു. ബലൂജി കോടതി എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ കോടതി, സ്വന്തം കോടതി. എന്നിട്ട് വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പട്ടാളക്കാരുടെ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി. എന്തുകൊണ്ടാണ് അസീം മുനീർ എന്താ പറ്റിയെന്ന് വെച്ചാൽ പാകിസ്ഥാൻ പട്ടാളം പറഞ്ഞു ഇത് ഞങ്ങളുടെ പട്ടാളക്കാരൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണ് അങ്ങനെ ഞങ്ങളെ ഉപേക്ഷിക്കുന്നത്, ഒറ്റിയത് എന്ന് ചോദിച്ചിട്ട് അവരുടെ വീഡിയോ റിലീസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. ആ പട്ടാളക്കാർ തന്നെ ചോദിക്കുന്നു എന്താണ് ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾ പട്ടാളക്കാരല്ല എന്ന് പറയുന്ന ഈ 8 പേര് അവരെന്നിട്ട് ഐഡൻറ്റിറ്റി കാർഡ് കാണിക്കുന്നുണ്ട്. മറ്റേ പാകിസ്ഥാൻ പട്ടാളക്കാരാണെന്നുള്ളതിൻ്റെ ഐഡൻറ്റിറ്റി കാർഡൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് ഈ ഹക്കൽ എന്ന് പറഞ്ഞിട്ട് BLAയുടെ ഒരു മീഡിയ വിങ് ഉണ്ട്, മാധ്യമ വിഭാഗം. ആ മീഡിയ ഹക്കൽ ആണ് ഈ വീഡിയോകൾ പുറത്ത് വിട്ടിരിക്കുന്നത്. പട്ടാളത്തിന് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നി എന്നൊരു പട്ടാളക്കാരൻ ചോദിക്കുന്നുണ്ട്. ഇത് ഏത് കാർഡാണ് നിങ്ങൾ പറയൂ എന്ന് തിരിച്ചറിയൽ കാർഡ് കാണിച്ച് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആ പട്ടാളക്കാരൻ പറയുന്നുണ്ട് എൻ്റെ അച്ഛന് അംഗവൈകല്യമുണ്ട്, അപ്പോൾ കുടുംബം നോക്കുന്നത് ഞാനാണ്, കുടുംബത്തിലെ മൂത്തയാൾ ഞാനാണ്, ഇങ്ങനെ ചെയ്യുന്നത് അനീതിയാണ്, ഞങ്ങളെ ഒറ്റാനാണെങ്കിൽ എന്തിനാണ് ഞങ്ങളെ പട്ടാളത്തിലേക്ക് റിക്രൂട്ട് ചെയ്തത്, ഇതിങ്ങനെയാണ് ചോദിക്കുന്നത്. ഈ 22-ാം തീയതി ഡെഡ് ലൈൻ, അന്ത്യശാസന ദിവസം തീരും. 10 ദിവസത്തെ അന്ത്യശാസനമാണ് റാഞ്ചിന് ശേഷം BLA കൊടുത്തിരുന്നത്. അത് തീരുകയാണ്, 22-ന് തീരുന്നു. അപ്പോൾ ഓപ്പറേഷൻ ഹെറോഫ് മറ്റേ പാകിസ്ഥാനെതിരെ നടപ്പാക്കിയ BLAയുടെ ഓപ്പറേഷൻ ഹെറോഫിൻ്റെ 2ാം ഘട്ടത്തിലാണ് ഇപ്പോൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് മറ്റേ പട്ടാളം പറയുന്നത്, മുനീറിൻ്റെ പട്ടാളം പറയുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരും മിസ്സിങ് അല്ല, ആരെയും റാഞ്ചി കൊണ്ടുപോയിട്ടുമില്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കാണാതായിട്ടുമില്ല. അങ്ങനെ പട്ടാളക്കാർ തന്നെ മുനീർ ഒറ്റിക്കൊടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിലാണിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ പട്ടാളത്തിനുള്ളിൽ തന്നെ വലിയ അസംതൃപ്തി, വലിയ കലാപം, അസംതൃപ്തി തുടങ്ങിയ കാര്യങ്ങളുണ്ടാവും. അത് വേറൊന്നും കൂടിയുണ്ട്. ആ ഗാസയിലേക്ക് സൈന്യത്തെ പട്ടാളത്തിനെ അയക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും നിൽക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമാസിനെ ഇല്ലായ്മ ചെയ്യാനാണല്ലോ അവിടെ സൈന്യത്തിനെ, രാജ്യാന്തര സേനയെ അയക്കുന്നത്. എന്ന് പറഞ്ഞാൽ സുന്നികളെ എതിർക്കാനായിട്ട് സുന്നികളെ തന്നെ ഇറക്കുന്നു എന്നുള്ളത് പട്ടാളത്തിൻ്റെ അകത്ത് വേറൊരു കലാപത്തിന് കാരണമാവും അത് നടന്നാൽ. അപ്പം ഇങ്ങനെ വലിയ 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 സംഘർഷങ്ങളിൽ പെട്ട് ചിതറിത്തെറിച്ചു കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.